ശ്രീ ശിവമഹാപുരാണം കോടിരുദ്രസംഹിത അധ്യായം 1. അതിമനോഹരമായ 2 മംഗള ശ്ലോകങ്ങൾ കൊണ്ടാണ് മഹാദേവൻ്റെ അതിമനോഹരമായ പുണ്യചരിതത്തിലെ ഈ ഭാഗം ആരംഭിക്കുന്നത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജ്യോതിർലിംഗ സ്വരൂപത്തിൽ വിരാജിച്ചരുളുന്ന ശ്രീ മഹാദേവൻ്റെ ദിവ്യമായ രൂപം ധ്യാനിച്ചുകൊണ്ടോ അതിൽ പ്രത്യക്ഷപ്പെടുന്ന മഹാദേവൻ്റെ ഭഗവതിയോടൊപ്പമുള്ള അർദ്ധനാരീശ്വര രൂപം അല്ലെങ്കിൽ ധ്യാനത്തിൽ പറയുന്നതുപോലെയുള്ള ഒരു ഭാവമോ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ അഭയം പ്രാപിക്കുന്നവർക്ക് സർവ മംഗളങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു. മംഗളസ്വരൂപനാണ് ഭഗവാൻ പരമശിവൻ. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പുണ്യചരിതങ്ങളും മംഗളം നൽകുന്നവ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലിംഗസ്വരൂപത്തിലുള്ള ധ്യാനവും മംഗളങ്ങൾ അരുളുന്നു. സർവത്ര മംഗളങ്ങൾ നൽകുന്ന മംഗളസ്വരൂപൻ അമംഗളങ്ങൾ എന്ന് നാം കരുതുന്ന വസ്തുക്കൾ ആഭരണങ്ങളായി സ്വീകരിച്ചവനുമാണ്. ചുടലയിലെ ഭസ്മവും സർപ്പം കൊണ്ടുള്ള ആഭരണങ്ങളും ഭിക്ഷാപാത്രമാകുന്ന തലയൂട്ടിയും ചുടലയിലെ നൃത്തവുമായി ആനന്ദത്തിൻ്റെ സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ശ്രീ പരമേശ്വരൻ സമസ്ത ലോകങ്ങൾക്കും മംഗളങ്ങൾ അരുളിക്കൊണ്ട് അനുഗ്രഹം ചൊരിയുന്നു. മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും പോലും അദ്ദേഹത്തിൻ്റെ ആദിയും അന്തവും അറിയുവാൻ കഴിയില്ല. നമ്മെപ്പോലെയുള്ള സാധാരണ മനുഷ്യജന്മങ്ങൾക്ക് എങ്ങനെയാണ് ആ മഹത്വം അറിയുവാൻ സാധ്യമാവുക? ആകെ മൊത്തം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വന്തം അച്ഛനെപ്പോലെ അമ്മയെപ്പോലെ ആ ഭഗവാന്റെയും ഭഗവതിയുടെയും ദിവ്യമായ സ്വരൂപം ഹൃദയത്തോട് ചേർത്ത് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ജീവിതം ഭഗവാന്റെയും ഭഗവതിയുടെയും അർദ്ധനാരീശ്വര സ്വരൂപത്തിന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഹ്രീം നമഃ ശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന്റെ ഈ മംഗളധ്യാന മന്ത്രങ്ങൾ അർത്ഥം കൂടി ശ്രദ്ധാപൂർവം മനസ്സിലാക്കിക്കൊണ്ട് ജപിക്കാം. യോധത്തേ നിജമായൈവ ഭുവനാകാരം വികാരോജിതോ യസ്യാഹു കരുണാകടാക്ഷവിഭവൗ സ്വർഗാപവർഗാഭിധൗ പ്രത്യഗ്ബോധസുഖാദ്വയം ഹൃദി സദാ പശ്യന്തിയം യോഗിന തസ്മൈ ശൈലസുതാഞ്ജിതാർദ്ധവപുഷേ ശശ്വന്നമസ്തേജസേ. അതിമനോഹരമായ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പരിശോധിക്കാം. നിർവികാരനാണ് എങ്കിലും സ്വന്തം മായ കൊണ്ട് തന്നെ പ്രപഞ്ചത്തിൻ്റെ ആകൃതി സ്വീകരിച്ചിരിക്കുന്നവൻ, സ്വർഗത്തിനും മോക്ഷത്തിനും വിഭവമായിട്ടുള്ള കരുണാകടാക്ഷം ഉള്ളവനായി പറയപ്പെട്ടിട്ടുള്ളവനും യോഗികൾ തങ്ങളുടെ ഹൃദയത്തിൽ ആത്മജ്ഞാനമാകുന്ന ആനന്ദസ്വരൂപത്തിൽ എപ്പോഴും കാണുന്നവനും തേജസ്വരൂപിയും പകുതി ശരീരം പാർവതീദേവിയാൽ പരിശോഭിതമായിരിക്കുന്നവനുമായ ഭഗവാൻ ശ്രീ മഹാദേവന് എൻ്റെ നമസ്കാരം. അടുത്ത ശ്ലോകം കൂടി പരിശോധിക്കാം. കൃപാലളിതവീക്ഷണം സ്മിതമനോജ്ഞവക്ത്രാംബുജം ശശാങ്കകലയോജ്വലം ശമിതഘോരതാപത്രയം കരോതു കിമപി സ്ഫുരത് പരമസൗഖ്യസച്ചിദ്വപുർധരാധരസുധാഭുജോത് വലയിതം അഹോ മംഗളം. കാരുണ്യപൂർണവും സുന്ദരവുമായ നോട്ടത്തോടു കൂടിയവനും പുഞ്ചിരി കൊണ്ട് മനോഹരമായ മുഖാരവിന്ദത്തോടു കൂടിയവനും ചന്ദ്രക്കല കൊണ്ട് ഉജ്ജ്വലമായിട്ട് പ്രകാശിക്കുന്നവനും ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്നിപ്രകാരമുള്ള 3 ഭയങ്കരമായ താപങ്ങളെയും ശമിപ്പിക്കുന്നവനും സച്ചിന്മയവും പരമാനന്ദസ്വരൂപവുമായിട്ടുള്ള ശരീരത്തോടു കൂടിയവനും ഗിരിജാദേവിയുടെ കരവലയങ്ങളാൽ ചുറ്റപ്പെട്ടവനുമായ
മഹാദേവൻ ശിവൻ എന്ന് പേരോടുകൂടി അനിർവചനീയമായിട്ടുള്ള ആ തേജപുഞ്ചം ഞങ്ങൾക്ക് എപ്പോഴും മംഗളം നൽകുമാറാകട്ടെ. ഓം ഹ്രേം നമഃ ശിവായ. സൃഷ്ടിയുടെ സ്ഥിതിക്ക് പ്രാപ്തിയും സുദർശനം എന്ന അതിശക്തമായ ആയുധവും നൽകി മഹാവിഷ്ണുവിനെ അനുഗ്രഹിച്ചിട്ടുള്ള അർദ്ധനാരീശ്വര സ്വരൂപത്തിൽ അവതരിച്ച ശ്രീ മഹാദേവൻ്റെ ശിവമഹാപുരാണത്തിലെ അതിപ്രധാനമായ 2 ധ്യാനമന്ത്രങ്ങളാണ് അർത്ഥത്തോടുകൂടി വിവരിച്ചത്. ഈ ധ്യാനമന്ത്രം ഹൃദിസ്ഥമാക്കി ധ്യാനിച്ച് ഹ്രീം എന്ന ശക്തിബീജം ചേർത്ത് ഓം ഹ്രീം നമഃ ശിവായ എന്ന മന്ത്രം ജപിച്ചാൽ അർദ്ധനാരീശ്വരനായിട്ടുള്ള ഭഗവാന്റെ കാരുണ്യവും അനുഗ്രഹവും സദാസമയവും ഉണ്ടാകും. ഭഗവാന്റെ അർദ്ധനാരീശ്വര സ്വരൂപത്തിലുള്ള ഒരു ചിത്രം വീട്ടിൽ വച്ച് അതിനു മുന്നിൽ ഒരു നിലവിളക്കും വച്ച് ദിവസവും കഴിയുമെങ്കിൽ 2 നേരവും ഈ ധ്യാനമന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ സമസ്ത ദേവതകളുടെയും അനുഗ്രഹം ആ വ്യക്തിക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അർദ്ധനാരീശ്വര സ്വരൂപത്തിലുള്ള ഭഗവാനെ ശരണം പ്രാപിച്ചാൽ സമസ്ത ദേവതാരൂപങ്ങളെയും ശരണം പ്രാപിക്കുന്ന ഫലമാണ് അതുകൊണ്ടുണ്ടാവുക. കാരണം സമസ്ത ദേവതകളുടെയും ആരാധ്യനായ ദേവതയാണ് അർദ്ധനാരീശ്വരമൂർത്തി. ഈ ധ്യാനമന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ഇരുവശങ്ങളിലുമായി ഭഗവാനും ഭഗവതിയും സംരക്ഷണം നൽകും. ദിവ്യമായിട്ടുള്ള ഈ ശ്ലോകം ചൊല്ലാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഭഗവാന്റെ വലിയ അനുഗ്രഹം കൊണ്ട് മാത്രം സാധ്യമാകുന്നതാണ്. ഭഗവാനും ഭഗവതിയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അർദ്ധനാരീശ്വരമൂർത്തിയായ ജഗന്മാതാവിൻ്റെയും ജഗത്പിതാവിൻ്റെയും തൃപ്പാദപത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.